സദൃശവാക്യങ്ങൾ 17. കലകത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പവും ഏറ്റവും നല്ലതാണ്. നാണം കെട്ട മകൻ്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കൃത്യത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് പൂടം, പൊന്നിന് മൂശ, ഹൃദയത്തിൽ ശോധന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ട അതരങ്ങളെ ശ്രദ്ധ കൊടുക്കുന്നു. വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. മകളുടെ മകൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മകളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അതരം ഭോഷന് യോഗ്യമല്ല. വാചമുള്ള അതരം ഒരു പ്രഭുവിന് എങ്ങനെ? സമ്മാനം വാങ്ങുന്നവന് അത് രക്തമായി തോന്നും. അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഭോഷന് 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു. ക്രൂരനായ ഒരു ദൂതനെ അവൻ്റെ നേരെ അയക്കും. മൂഢനെ അവൻ്റെ ഭോഷത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിൻ്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ. ആകയാൽ കലഹമാവും മുമ്പേ തർക്കം നിർത്തിക്കളയുക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. മൂഢന് ബുദ്ധിയില്ലായിരിക്കെ ജ്ഞാനം സമ്പാദിപ്പാൻ അവൻ്റെ കയ്യിൽ ദ്രവ്യം എന്തിന്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇളവ് ഇച്ഛിക്കുന്നു. വക്രഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല. വികടനായുള്ളവൻ ആപത്തിൽ അകപ്പെടും. ഭോഷനെ ജനിപ്പിച്ചവന് അത് ഖേദകരമാകും. മൂഢൻ്റെ അപ്പൻ സന്തോഷമുണ്ടാകിയില്ല. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിൻ്റെ വഴികളെ മറക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവന്ന് സമ്മാനം വാങ്ങുന്നു. ജ്ഞാനൻ ബുദ്ധിമാന്റെ മുമ്പിൽ ഇരിക്കുന്നു. മൂഢൻ കണ്ണോ ഭൂമിയുടെ അറുതികളേക്ക് നോക്കുന്നു. മൂഢനായ മകൻ അപ്പന് വ്യസനവും തന്നെ പ്രസവിച്ചവൾക്ക് കയ്പും ആകുന്നു. നീതിമാന് പിഴ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നേർനിമിത്തം അടിക്കുന്നതും നല്ലല്ല. വാക്ക് അടിക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ. ശാന്തമനസ്സൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലെ ജ്ഞാനിയായും അതരം അടച്ചുകൊണ്ടാൽ വിവേകിയുമായും എണ്ണും.